ഇനി ഒരു 30 വർഷം മുന്നോട്ട് പോയാൽ തങ്ങളുടെ പൗരന്മാർ സൗകര്യങ്ങളിലും സമ്പത്തിലും സുരക്ഷിതത്വത്തിലും മുൻപന്തിയിൽ എത്തുമെന്നും അവരുടെ ജീവിതം സ്വർഗതുല്യമായിരിക്കുമെന്നും വികസിത രാജ്യങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ വർത്തമാനകാല സാഹചര്യത്തിൽ ഊറ്റം കൊണ്ടാണ് ഈ പ്രസ്താവന മുന്നോട്ട് വയ്ക്കുന്നത്. ഭാരതവും അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇപ്പോൾ തന്ത്രങ്ങൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ മെനയുന്നത്. എന്നാൽ ഭാരതത്തിന് ഒരു മുൻപരിചയം കൂടിയുണ്ട്. അത് വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടല്ല, മറിച്ച് 3000 വർഷം പിറകിലോട്ട് പോയിട്ടാണ്. പാശ്ചാത്യർ സ്വപ്നം കാണുന്ന ഈ സ്വർഗസുന്ദര സ്വപ്നജീവിതം സാക്ഷാത്കരിച്ചത് അതിശയോക്തിയല്ല, ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ്. സമ്പന്നമായ ആ പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യം സമ്പന്നമാക്കിയ മഹാരഥന്മാർ അനവധിയാണ്. അവരെ കേവലം ഒരു യൂട്യൂബ് വീഡിയോയിൽ ഒതുക്കുന്നത് അസാധ്യവും അല്ലേ? ഇന്നത്തെ അസാധ്യമായ വിഷയം ചാണക്യനാണ്. BC 375 മുതൽ BC 283 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച പുരാതന ഭാരതത്തിലെ രാഷ്ട്രതന്ത്രജ്ഞനും ചിന്തകനുമായിരുന്നു ചാണക്യൻ. രാഷ്ട്രമീമാംസയുടെ ആചാര്യൻ ആയി കണക്കാക്കപ്പെടുന്ന മൗര്യ സാമ്രാജ്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൗടില്യൻ എന്നറിയപ്പെടുന്ന ചാണക്യൻ. കൗടില്യൻ്റെ കൂർമ്മബുദ്ധിയും ജ്ഞാനവുമാണ് മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ സ്വാധീനമുറപ്പിക്കാൻ സഹായകമായത്. ക്രിസ്തുവിന് 3 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന കൗടില്യൻ രാഷ്ട്രതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു. അർത്ഥശാസ്ത്രം എന്ന ഒറ്റ കൃതി മതി ഈ മേഖലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അറിവിൻ്റെ ആഴമളക്കാൻ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് പിന്നിൽ ചാണക്യൻ്റെ ശപഥത്തിൻ്റെ ഒരു കഥയുണ്ട്. പാടലീപുത്രത്തിലെ നന്ദരാജവംശത്തിലെ സഭ, അഹങ്കാരിയും ക്രൂരനുമായ ധനനന്ദനായിരുന്നു അന്നത്തെ രാജാവ്. ഒരു ദിവസം ദരിദ്രനായ എന്നാൽ അറിവിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലായിരുന്ന ചാണക്യൻ ആ രാജസഭയിൽ എത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് ധനനന്ദനൻ അദ്ദേഹത്തെ ക്രൂരമായി പരിഹസിക്കുകയും സഭയിൽ നിന്ന് അപമാനിച്ച് പുറത്താക്കുകയും ചെയ്തു. അപമാനിതനായ ചാണക്യൻ്റെ കോപം ആളിക്കത്തി. രാജസഭയുടെ നടുവിൽ വെച്ച് അദ്ദേഹം തൻ്റെ ശിഖ, അതായത് കുടുമ അഴിച്ചിട്ടുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ ആ ശപഥം ചെയ്തു. നന്ദരാജവംശത്തെ വേരോടെ പിഴുതെറിഞ്ഞ് ഈ സാമ്രാജ്യത്തിൽ നീതി പുനഃസ്ഥാപിക്കുന്നതുവരെ ഞാൻ ഈ ശിഖ കെട്ടില്ല, അതായത് അദ്ദേഹത്തിൻ്റെ അഴിച്ചിട്ട ആ കുടുമ കെട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശപഥമാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് കാരണമായത്. അതെ, ചാണക്യൻ ശക്തവും സമ്പന്നവുമായ ഒരു സാമ്രാജ്യത്തിനെ താഴെ ഇറക്കാൻ അതിലും ശക്തമായ മറ്റൊരു സാമ്രാജ്യം വാർത്തെടുത്തത് കാലം ഇതുവരെ ഭാരതത്തിൻ്റെ അഭിമാനമായി കണ്ട ഒരു സാമ്രാജ്യമായിരുന്നു. ചന്ദ്രഗുപ്തനെ കണ്ടെത്തുന്നതിലും ഒരു കഥയുണ്ട്. തൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഒരു യോഗ്യനായ വ്യക്തിയെ അന്വേഷിച്ച് അദ്ദേഹം യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ കാട്ടിൽ മറ്റു കുട്ടികളോടൊപ്പം രാജാവും പ്രജകളുമെന്ന് പേരുള്ള ഒരു കളി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബാലനെ അദ്ദേഹം കണ്ടു. ആ കുട്ടിയുടെ അസാധാരണമായ നേതൃപാഠവും നീതിബോധവും തീക്ഷ്ണമായ കണ്ണുകളും ചാണക്യനെ വിസ്മയിപ്പിച്ചു. ആ ബാലനായിരുന്നു ചന്ദ്രഗുപ്തൻ. ചന്ദ്രഗുപ്തനിൽ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭാവി ചക്രവർത്തിയെ ചാണക്യൻ ദർശിച്ചു. ചാണക്യൻ ചന്ദ്രഗുപ്തനെ തക്ഷശിലയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് രാഷ്ട്രതന്ത്രം, യുദ്ധമുറകൾ, അർത്ഥശാസ്ത്രം എന്നിവയിൽ അദ്ദേഹത്തിന് കഠിനമായ പരിശീലനം നൽകി. വർഷങ്ങളുടെ ഒരുക്കങ്ങൾക്ക് ശേഷം ചന്ദ്രഗുപ്തനും ചാണക്യനും ചേർന്ന് ചെറിയ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഒരു വലിയ സൈന്യത്തെ രൂപീകരിച്ചു. ചാണക്യൻ്റെ ബുദ്ധിസാമർഥ്യവും തന്ത്രങ്ങളും ചന്ദ്രഗുപ്തൻ്റെ പോരാട്ടവീര്യവും നന്ദന്മാരുടെ വലിയ സൈന്യത്തിനുമേൽ
ആധിപത്യം സ്ഥാപിച്ചു. ഒടുവിലവർ ധനനന്ദനനെ പരാജയപ്പെടുത്തി പാടലീപുത്രം പിടിച്ചടക്കി. അങ്ങനെ തൻ്റെ ശപഥം നിറവേറ്റിയ ചാണക്യൻ അഴിച്ചിട്ട തൻ്റെ ശിഖ വീണ്ടും കെട്ടി. അദ്ദേഹം ചന്ദ്രഗുപ്തനെ രാജാവാക്കി. ഭാരത ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ മൗര്യ സാമ്രാജ്യത്തിന് അടിത്തറ പാകി. അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിയിട്ടും ഒരു സാധാരണ കുടിലിൽ ജീവിച്ചുകൊണ്ട് മൗര്യ സാമ്രാജ്യത്തിൻ്റെ മഹാമന്ത്രിയായി ചാണക്യൻ തുടർന്നു. ബുദ്ധിയും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏതൊരു വലിയ ശക്തിയെയും കീഴടക്കാം എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ചാണക്യൻ്റെ ഈ ചരിത്രം. ഇന്നും ചാണക്യൻ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ ലോകരാഷ്ട്രങ്ങൾ പിന്തുടരുന്നു. രാഷ്ട്രീയ ചാണക്യൻ എന്ന വാക്ക് തന്നെ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും കേട്ടിരിക്കും. ഈ ആധുനിക കാലഘട്ടത്തിലും അർത്ഥശാസ്ത്രം എന്ന മഹാകൃതി പലരും വിജയത്തിൻ്റെ താക്കോലായി കാണുന്നു, അത് പിന്തുടരുന്നു. വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. വിദ്യാസമ്പന്നനായ ഒരാൾ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു. ഭയം നിങ്ങളെ സമീപിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെ ആക്രമിച്ച് നശിപ്പിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങളെ കീഴ്പ്പെടുത്തും. എല്ലാ സൗഹൃദങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും സ്വാർത്ഥത ഉണ്ടായിരിക്കും. സ്വാർത്ഥതയില്ലാത്ത ഒരു സൗഹൃദവുമില്ല. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. ഭാവിയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുകയുമരുത്. വിവേകമുള്ളവർ വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കുന്നു. ജീവിത വിജയം, ബുദ്ധിശക്തി, വ്യക്തിബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ചാണക്യൻ പറഞ്ഞ ചില പ്രശസ്തമായ വാക്യങ്ങളാണ് ഇപ്പോൾ നാം പറഞ്ഞത്. ചാണക്യൻ്റെ അവസാന കാലത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചരിത്രത്തിൽ വ്യക്തമായ രേഖകളില്ല. ജൈന ബുദ്ധ മതഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പ്രധാനമായും 2 കഥകളാണ് പരാമർശിക്കുന്നത്. ഇതിൽ ഒരു കഥ വളരെ ദുരന്തപൂർണമാണ്. അതിലൊന്ന് സുബന്ധുവിൻ്റെ ചതിയും ദാരുണമായ അന്ത്യവും. ഇത് ജൈന ഗ്രന്ഥങ്ങളിലാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ബിന്ദുസാരൻ രാജാവായി. ബിന്ദുസാരൻ്റെ മന്ത്രിസഭയിൽ സുബന്ധു എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ബിന്ദുസാരന് ചാണക്യനോടുള്ള ബഹുമാനത്തിൽ അസൂയ പൂണ്ട സുബന്ധു രാജാവിനും ചാണക്യനുമിടയിൽ ശത്രുത ഉണ്ടാക്കാൻ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ബിന്ദുസാരൻ്റെ മാതാവായ ദുർധര രാജ്ഞിയുടെ മരണത്തിന് കാരണം ചാണക്യനാണെന്ന് സുബന്ധു രാജാവിനെ വിശ്വസിപ്പിച്ചു. മുമ്പ് ഗർഭിണിയായിരുന്ന രാജ്ഞി അബദ്ധത്തിൽ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചപ്പോൾ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ, ബിന്ദുസാരനെ രക്ഷിക്കാൻ ചാണക്യൻ രാജ്ഞിയുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. എന്നാൽ ഈ സത്യം ബിന്ദുസാരന് അറിയില്ലായിരുന്നു. തൻ്റെ അമ്മയുടെ ഘാതകൻ ചാണക്യനാണെന്ന് തെറ്റിദ്ധരിച്ച ബിന്ദുസാരന് അദ്ദേഹത്തോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം കാണിച്ചു. രാജാവിൻ്റെ പെരുമാറ്റത്തിൽ മനം നൊന്ത പ്രായം ആയ ചാണക്യൻ, അതായത് വയസ്സായ ചാണക്യൻ, കൊട്ടാരം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയും ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ച് മരണം വരിക്കാൻ, അതായത് ജൈന മതപ്രകാരമുള്ള ആചാരപ്രകാരമുള്ള സല്ലേഖന വ്രതം ആയിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. അത്തരത്തിൽ മരണം വരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ദാസിയിലൂടെ ബിന്ദുസാരൻ യഥാർത്ഥ സത്യം മനസ്സിലാക്കി. തൻ്റെ ജീവൻ രക്ഷിച്ചതാണ് ചാണക്യൻ എന്നറിഞ്ഞ രാജാവ് അതീവ ദുഃഖിതനായി. ചാണക്യനെ തിരികെ കൊണ്ടുവരാനും മാപ്പ് ചോദിക്കാനുമായി ബിന്ദുസാരൻ സുബന്ധുവിനെ തന്നെ ചുമതലപ്പെടുത്തി. എന്നാൽ കാട്ടിലെത്തിയ സുബന്ധു ചാണക്യനോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിന് തീ വയ്ക്കുകയും ആ തീയിൽ വെന്ത് ചാണക്യൻ മരിക്കുകയും ചെയ്തു എന്നാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത്. രണ്ടാമത്, വാനപ്രസ്ഥവും സമാധാനപരമായ അന്ത്യവും. മറ്റൊരു വിശ്വാസപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ബിന്ദുസാരനെ ഭരണകാര്യങ്ങൾ പഠിപ്പിക്കുകയും
സാമ്രാജ്യം കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്ത ശേഷം ചാണക്യൻ തൻ്റെ എല്ലാ അധികാരങ്ങളും പദവികളും സ്വമേധയാ ഉപേക്ഷിച്ചു. ഒരു സാധാരണ സന്യാസിയെപ്പോലെ അദ്ദേഹം കാട്ടിലേക്ക്, അതായത് വാനപ്രസ്ഥത്തിന് പോവുകയും അവിടെ വെച്ച് ധ്യാന നിരതനായി സമാധാനപരമായി മരണപ്പെടുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. മരണകാരണം എന്തു തന്നെയായാലും ഒരു സാധാരണക്കാരനിൽ നിന്ന് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ശില്പിയായി മാറിയ വിഷ്ണുഗുപ്തൻ എന്ന ചാണക്യൻ ഭാരത ചരിത്രത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായാണ് ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്.